ചെറിയ ശീലങ്ങൾ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട്? ദിവസേന ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ അവഗണിക്കാനും ഒരു പ്രധാന നിമിഷത്തെ വലിയതായി കാണാനുമാണ് നമുക്ക് പൊതുവെ താൽപ്പര്യം. വലിയ വിജയങ്ങൾക്ക് വലിയ പ്രവൃത്തികൾ വേണമെന്നാണ് നാം നമ്മെ തന്നെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ശരീരഭാരം കുറയ്ക്കാനായാലും, സംരംഭം തുടങ്ങാനോ, പുസ്തകം എഴുതാനോ, ചാമ്പ്യൻഷിപ്പ് ജയിക്കാനോ, മറ്റേത് കടമ്പ കടക്കാനായാലും എല്ലാവരും ശ്രദ്ധിക്കുന്ന തരത്തിൽ വലിയ ചില മാറ്റങ്ങൾ സ്വന്തം ജീവിതത്തിൽ വരുത്താനാണ് നാം ശ്രദ്ധിക്കുക. അതേസമയം 1% മാറ്റം ആരും ശ്രദ്ധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ അതിൽ ശ്രദ്ധിക്കാൻ മാത്രം ഒന്നും ഉണ്ടാകണമെന്നില്ല. എന്നാൽ അതാകാം ഒരുപക്ഷെ ദീർഘകാലത്തിൽ അർത്ഥവത്തായി മാറ്റുന്നത്. ചെറിയ ഒരു മാറ്റം കാലങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന വ്യത്യാസം അത്ഭുതകരമാണ്. അതിൻ്റെ കണക്ക് ഇങ്ങനെയാണ്. ഓരോ ദിവസവും 1% വീതം നിങ്ങൾ മികച്ചതായാൽ 1 വർഷത്തേക്ക് 37 ഇരട്ടി വ്യത്യാസം നിങ്ങളിൽ ഉണ്ടാകും. എന്നാൽ അതേപോലെ നിങ്ങൾ ഓരോ 1% വീതം മോശമായാൽ വർഷാവസാനം നിങ്ങൾ 0-ലെത്തിയിരിക്കാം. ചെറിയ ഒരു വിജയമോ ചെറിയ ഒരു പരാജയമോ കാലക്രമത്തിൽ വലിയ എന്തോ ആയി മാറുകയാണ് ചെയ്യുക. സ്വയം പുരോഗതിയുടെ കൂട്ടുപലിശയാണ് ശീലങ്ങൾ. കൂട്ടുപലിശയിലൂടെ പണം ഇരട്ടിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ശീലങ്ങളുടെ ഫലം നിങ്ങൾ അവയെ ആവർത്തിക്കുന്നത്ര കൂട്ടുന്നത്. ഒരു ദിവസം നീക്കിയാൽ ശീലങ്ങൾ വലിയ മാറ്റമൊന്നും വരുത്തുന്നില്ല എന്ന് തോന്നുമെങ്കിലും മാസങ്ങളും വർഷങ്ങളും കൊണ്ട് അവയുണ്ടാക്കുന്ന മാറ്റം അവിശ്വസനീയമാണ്. 2, 5, 10 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോഴാണ് നല്ല ശീലങ്ങളുടെ ഗുണവും മോശം ശീലങ്ങളുടെ വിലയും നിങ്ങൾ തിരിച്ചറിയുക. അനുദിന ജീവിതത്തിൽ ഈ ആശയം മനസ്സിലാക്കിയാൽ ബുദ്ധിമുട്ടായിരിക്കും. ആ നിമിഷത്തിൽ വലിയ കാര്യമായി തോന്നാത്തതുകൊണ്ട് ചെറിയ മാറ്റങ്ങളെ നാം പലപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ നിങ്ങൾ അല്പം പണം സൂക്ഷിച്ചതുകൊണ്ട് നിങ്ങൾ കോടീശ്വരനാവാൻ പോകുന്നില്ല. 3 ദിവസം അടുപ്പിച്ച് ജിമ്മിൽ പോയാൽ നിങ്ങൾ മെച്ചപ്പെടണമെന്നില്ല. ഇന്ന് രാത്രി 1 മണിക്കൂർ മാൻഡറിൻ പഠിച്ചാൽ നിങ്ങൾ ആ ഭാഷയിലെ പണ്ഡിതനാവില്ല. ചെറിയ മാറ്റങ്ങളുടെ ഫലം പെട്ടെന്ന് കാണാൻ ഒരിക്കലും കഴിയാത്തതുകൊണ്ട് നാം അതിവേഗം ആ ശീലം ഉപേക്ഷിച്ച് നമ്മുടെ പഴയ രീതികളിലേക്ക് തിരിച്ചു പോകും. മാറ്റം അതിവേഗം നടക്കാത്തതുകൊണ്ടാണ് ചീത്ത ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുന്നത്. നിങ്ങൾ ഇന്ന് അനാരോഗ്യകരമായ ഒരു ഭക്ഷണം കഴിച്ചാൽ വലിയ പ്രശ്നം ഒന്നും ഉണ്ടാകില്ല. നിങ്ങൾ ഇന്ന് വൈകി ജോലി ചെയ്യുകയും നിങ്ങളുടെ കുടുംബത്തെ അവഗണിക്കുകയും ചെയ്താൽ നിങ്ങളുടെ കുടുംബം അത് കണ്ടില്ലെന്ന് വയ്ക്കും. ഇന്ന് ചെയ്യേണ്ട പദ്ധതികൾ നിങ്ങൾ നാളത്തേക്ക് വെച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ചെയ്തു തീർക്കാൻ സമയം കിട്ടിയെന്ന് വരും. ഒരു ചെറിയ തീരുമാനം കണ്ടില്ലെന്ന് വയ്ക്കാൻ എളുപ്പമാണ്. എന്നാൽ 1% തെറ്റിനെ നാം ഓരോ ദിവസവും ആവർത്തിക്കുകയും മോശം തീരുമാനങ്ങൾ എടുക്കുകയും ചെറിയ തെറ്റുകൾ ആവർത്തിക്കുകയും ചെറിയ ചെറിയ ഒഴിവുകഴിവുകൾ പറയുകയും ചെയ്യുന്നതിൻ്റെ ആകെ തുക മോശമായിരിക്കും. പല തെറ്റുകളുടെ ഒരു ആവർത്തനമാണ് പലപ്പോഴും വലിയ ഒരു പ്രശ്നമായി മാറുന്നത്. നിങ്ങളുടെ ശീലങ്ങളിൽ നിങ്ങൾ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ ഒരു വിമാനത്തിൻ്റെ സഞ്ചാരപഥം വളരെ ചെറിയ അളവിൽ കുറച്ച് ഡിഗ്രി വ്യതിചലിക്കുന്നത് പോലെയാണ്. നിങ്ങൾ ലോസ് ആഞ്ചലസിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോവുകയാണെന്ന് കരുതുക. ഒരു പൈലറ്റ് യാത്രയുടെ ഗതി തെക്ക് ഭാഗത്തേക്ക് വെറും 3.5 ഡിഗ്രി മാറ്റിയാൽ നിങ്ങൾ ന്യൂയോർക്കിന് പകരം എത്തുക വാഷിംഗ്ടൺ DC-യിലായിരിക്കും. ഇത്തരം ചെറിയ മാറ്റങ്ങൾ വിമാനം പുറപ്പെടുന്ന സമയത്ത് അത്ര ശ്രദ്ധിക്കപ്പെടണം എന്നില്ല. വിമാനത്തിൻ്റെ മൂക്ക് അല്പം ഒന്ന് നീങ്ങുന്നതേയുള്ളൂ. എന്നാൽ നിങ്ങൾ അമേരിക്കയുടെ ഭൂപടത്തിൽ ആ യാത്ര നോക്കിയാൽ സംഭവിക്കുന്നത് വ്യത്യാസം 100 കണക്കിന് മൈലുകളുടേതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ദൈനംദിന ശീലങ്ങളിലെ ചെറിയ ഒരു മാറ്റം പോലും നിങ്ങളെ മറ്റൊരു ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കും. 1% നന്നാകാനോ മോശമാവാനോ തീരുമാനിക്കുന്നത് ആ സമയത്ത് പ്രധാനമായി തോന്നില്ല. എന്നാൽ കാലക്രമത്തിൽ ഈ മാറ്റങ്ങളാണ് നിങ്ങൾ ആരാണെന്നും നിങ്ങൾ ആരാകണമെന്നും
തമ്മിലുള്ള വ്യത്യാസം സൃഷ്ടിക്കുന്നത്. ദൈനംദിന ശീലങ്ങളുടെ ആകെ തുകയാണ് വിജയം. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മാറ്റങ്ങളിലൂടെ ആരും വിജയികളായിട്ടില്ല. നിങ്ങൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് എന്നത് പ്രധാനമല്ല. നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ വിജയത്തിൻ്റെ പാതയിലേക്ക് നയിക്കുമോ എന്നതാണ് പ്രധാനം. നിങ്ങളുടെ ഇപ്പോഴുള്ള വിജയത്തേക്കാൾ നിങ്ങൾ ശരിയായ പാതയിലാണോ എന്നതാണ് നോക്കേണ്ടത്. നിങ്ങൾ ഇപ്പോൾ ഒരു കോടീശ്വരനാണെങ്കിലും നിങ്ങൾ ഒരു ദിവസം സമ്പാദിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾ ചെലവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മോശം പാതയിലാണ്. നിങ്ങളുടെ ചെലവ് ശീലങ്ങൾ മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇപ്പോൾ പരമദരിദ്രനായ അവസ്ഥയിലാണെങ്കിലും അല്പാൽപമായി പണം സമ്പാദിച്ചാൽ നിങ്ങൾക്ക് പതിയെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ എത്താനാകും. നിങ്ങൾ കരുതുന്നത്ര വേഗം ഇത് ചിലപ്പോൾ സംഭവിക്കണമെന്നില്ല. നിങ്ങളുടെ ശീലങ്ങളുടെ ആകെ തുകയാണ് നിങ്ങളുടെ വിജയപരാജയങ്ങൾ. നിങ്ങളുടെ സാമ്പത്തിക ശീലങ്ങളുടെ ആകെ തുകയാണ് നിങ്ങളുടെ മൂല്യം. നിങ്ങളുടെ ഭക്ഷണശീലങ്ങളുടെ ആകെ തുകയാണ് നിങ്ങളുടെ ശരീരഭാരം. നിങ്ങളുടെ പഠനശീലങ്ങളുടെ ആകെ തുകയാണ് നിങ്ങളുടെ അറിവ്. നിങ്ങളുടെ വൃത്തിശീലങ്ങളുടെ ആകെ തുകയാണ് നിങ്ങളുടെ അലങ്കോലപ്പെട്ട ഇടം. നിങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുക. ജീവിതത്തിൽ എവിടെ എത്തും എന്ന് പ്രവചിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ചെറിയ വിജയങ്ങളും ചെറിയ നഷ്ടങ്ങളുടെ അളവ് നോക്കിയാൽ മതി. നിങ്ങളുടെ ദൈനംദിന തീരുമാനങ്ങൾ ഒരുമിച്ച് കൂടിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഓരോ ആഴ്ചയിലും നിങ്ങൾ സമ്പാദിക്കുന്നതിലും കുറവാണോ നിങ്ങൾ ചിലവാക്കുന്നത്? നിങ്ങൾ എല്ലാ ആഴ്ചയും ജിമ്മിൽ പോകുന്നുണ്ടോ? നിങ്ങൾ ഓരോ ദിവസവും പുസ്തകങ്ങൾ വായിക്കുകയാണോ? നിങ്ങൾ ചെറിയ യുദ്ധങ്ങളാണ് നിങ്ങളുടെ സത്വത്തെ നിർമ്മിക്കുന്നത്. വിജയവും പരാജയവും തമ്മിലുള്ള അന്തരത്തെ സമയമാണ് വലുതാക്കി കാണിക്കുന്നത്. സമയത്തിലേക്ക് നിങ്ങൾ എന്തു കൊടുക്കുന്നുവോ അത് ഇരട്ടിയാക്കപ്പെടും. നല്ല ശീലങ്ങൾ സമയത്തെ നിങ്ങളുടെ മിത്രവും ചീത്ത ശീലങ്ങൾ സമയത്തെ നിങ്ങളുടെ എതിരാളിയുമാക്കും. ശീലങ്ങൾ ഇരുതല മൂർച്ചയുള്ള വാളാണ്. നല്ല ശീലങ്ങൾ നിങ്ങളെ വളർത്തുന്നത് പോലെ ചീത്ത ശീലങ്ങൾക്ക് നിങ്ങളെ തകർക്കാനും കഴിയും. അതുകൊണ്ടാണ് വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നത് പ്രധാനമാകുന്നത്. എങ്ങനെയാണ് ശീലങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ അവയെ മെരുക്കിയെടുക്കാമെന്നും ആ വാളിൻ്റെ മോശം പാതയിലെ അപകടം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതുമാണ് അറിവാണ് ഇവിടെ പ്രധാനം.